വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വാലിനീൻ കപ്പിൾസ്. ഗൈസ്, നമ്മൾ എവിടെ നിൽക്കുന്നെന്ന് അറിയാമോ? ഓ ഇടൂ, നോക്കൂ. ഹായ്, ഹലോ ഗൈസ്. ഹായ് ഗൈസ്, ഹസ്ന സരിൻ എറണാകുളത്ത്. ഗൈസ് ഒന്നടി. ഹായ് ഗൈസ്, ഇതരാ ചവിച്ചടി എടുത്തടി വായതെടുത്തു. എറണാകുളത്ത് നിന്ന് ഇന്നലെ നമ്മൾ വിളിച്ചു കൊണ്ടുവന്നു ഗൈസ്, ഇല്ലേടേ? അതെ. ഇനി ഒരാഴ്ച വന്നു ഗൈസ്. പാരിപ്പള്ളിയിൽ നിന്ന് സെൻകൊച്ചാപ്പ വിളിച്ചോണ്ട് വന്നു ഗൈസ്. ഇനി നമ്മൾ എവിടെയാണ് കാണിച്ചെടുക്കേ? തമ്മിൽ അതാണ് ഗൈസ്. ഇതാണ് പറ നാച്ചിയുടെയൊക്കെ കുടുംബ വീട്. അങ്ങനെ നമ്മളെല്ലാരും കുടുംബ വീടാണ് ഗൈസ്. പാത്തുമ്മ താത്താടെ തറവാട് ഗൈസ്. എക്സ്പ്രഷൻ നോക്കി ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ തറവാട് വീടാണ് ഇത്. നമ്മളുടെ പ്രാവൊക്കെ വന്നുണ്ടോ? എവിടെയാടി പ്രാവ്? നെബു പ്രാവ് ഇതാ. അയ്യോ, ഇതാണ് നമ്മുടെ പാത്തുമ്മ താത്താടെ വീട്. നമ്മൾ ഈ വീട്ടിൽ വന്നതിന് കാരണം ഐസുമ്മ പറയും. ഗൈസ്, വീട് അടച്ചിട്ടേക്കുമായിരുന്നു. നവാസ് മാമയും ഫാമിലിയും ഗൾഫിൽ പോയത് കൊണ്ട് നമ്മുടെ കുടുംബ വീട് അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ മടവൂര് വീട് പണി നടക്കുന്നത് കൊണ്ട് ഇവർ ഇങ്ങോട്ട് ഷിഫ്റ്റായി. യെസ്. ഇനി ഒരു 5-6 മാസം നമ്മൾ ഇവിടെയാണ് കാണും. ഇനി നമുക്ക് അകത്തോട്ട് പോവാം ഗൈസ്. നമ്മുടെ പാത്തുമ്മ താത്തായി കാണാം. ഇങ്ങോട്ട് വരൂ. ഇപ്പൊ ഓടുന്നടി. ഇപ്പൊ ക്യാമറ ഫേസ് ചെയ്ത് വാ അനാച്ചി, വാ. ഹോം ടൂർ. അനാച്ചി കമോൺ, ഹോം ടൂർ. നീയാണ് ഇല്ല പറഞ്ഞു കൊടുക്കേണ്ട. അത് കുടുംബ വീട്ടിലെ ഹോം ടൂർ ഓക്കെ ഗൈസ്, നമുക്ക് അകത്തോട്ട് പോകാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ഹോം മിനിസ്റ്ററാണ് ഈ വരുന്നത്. പാത്തുമ്മ താത്തയാണ്. പാത്തുമ്മ താത്തയുടെ വീടാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഈ വീട്ടിലെ രാജ്ഞി. ഹായ് പറ. ഹായ് ഹായ് ഗൈസ്. ഇതാണ് നമ്മുടെ ഈ വീട്ടിലെ കുടുംബിനി. ഇത് നമ്മൾ വ്ലോഗ് ഇടാൻ. വ്ലോഗ് ഇതാണ് ചിരി. വയ്യടി കമ്മ കൊണ്ടിരിക്കുന്നുണ്ട. അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം ഗൈസ്. ഓക്കെ, നമുക്ക് അകത്ത് വച്ചു. ഹലോ മിസ്റ്റർ ഫാത്തിമ. മരമാണ് ഇരിക്കുന്നത്. കാഴ്ച കൂടി കിടക്കുന്നുണ്ട്. എത്ര തോട്ടണ്ടിയുണ്ട്, എത്ര മാങ്ങയുണ്ട്, എന്തൊന്നെല്ലാം കാണാൻ. കണ്ടോ? ഇതാണ് ലിവിംഗ് ഏരിയ ഗൈസ്. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. വാതിലുകളുണ്ട് ഗൈസ്. ഇഷ്ടംപോലെ അറകളുണ്ട്. കമ്പൗണ്ട്. ഇത് മുകളിലോട്ട് പോകുന്ന സ്റ്റെപ്പാണ്. ഇവിടെ ലൈറ്റ് ഇല്ല അല്ലേ?
അത് ഇതാണ് നമ്മുടെ സ്റ്റൈൽ. അത് അടിച്ചു ഇതാകുമ്പോൾ റിയാലിറ്റി ഹിറ്റ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ. ഇത് ബാത്റൂമാണ് ഗൈസ്. ഇത് ബാത്റൂം, ഇതൊരു റൂം കാണിച്ചു. നോക്കൂ ഗൈസ്, പെട്ടെന്നുള്ള ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അവിടെ വീട് പണി നടക്കുന്നത് കൊണ്ട് ഇന്നലെ വൈകിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നത്. ഇനി ഇത് അടുത്ത റൂമാണ് ഗൈസ്. വരും, ലൈറ്റ് ഇല്ലാത്ത ഒന്നും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും കുഴപ്പമില്ല, എന്നാലും നമ്മളെല്ലാം കാണിക്കും. ഇത് ഒരു റൂമാണ് ഗൈസ്. ഇത് സ്റ്റോർ ഏരിയ. അരിപ്പരയാണ്. ഞങ്ങളുടെ ചെറുതിലെ 10,000 ഉണ്ടായിരുന്നു അരിയൊക്കെ. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനെ സാധനം എടുക്കേ ഈ സ്പേസിനെ ചെക്ക് കൂക്കുകളും നമ്മളെല്ലാം നന്നായിട്ട് ഇന്നലെ കൊണ്ടുവന്ന ഫേസ് ബോർഡ് എല്ലാം നമ്മൾ ഇവിടെയാണ് ആക്കിയത്. കണ്ടോ, എല്ലാം വലിയ റൂമുകളായിരുന്നു അല്ലേ? ഇവിടെയാണ് പാത്തുമ്മ. കിച്ചൺ ഇന്നലെ മുകളിൽ ഇത് ശരിക്കും രശ്മി ആന്റിയുടെ കളക്ഷൻസ് ആണ്. എല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് രശ്മി ആന്റി. അതിനുശേഷം ഞങ്ങളെത്തി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചു. ഇനി ചെറിയൊരു കിച്ചൺ സ്പേസ് ഉണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ നിന്ന് ഓക്കെ വരുന്നേ ഉള്ളൂ. ഇനിയെല്ലാം കണക്ട് ചെയ്ത് വെക്കണം. എന്നാലും നമ്മൾ ഒരു ഹോം ടൂർ കാണിക്കാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വെളിയിലോട്ട് ഇത് വർക്ക് ഏരിയ. ഇതാണ് വർക്ക് ഏരിയ. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഓവൻ ഉണ്ട്. സൂപ്പർ. ഇതെന്തോന്നായിരുന്നടി? എടി ഇതെന്തോന്നായിരുന്നു? കളിയില്. ഇത് ബാത്റൂം അല്ലേ? പണ്ടത്തെ ഇവിടെ മാവുണ്ട്. ഇനി നമുക്ക് മുകളിൽ കേട്ടിരിക്കുന്ന നല്ല പാവം തറന്ന് സാധനങ്ങളെല്ലാം മാറ്റി ഇപ്പൊ ഒന്ന് ശരിയായിട്ട് ഈ ബാക്ക് വരുന്നത് മാത്രം ഓടിക്കളിച്ച് അറിയാമോ? ഹിബ, കുക്കുടു, ചിക്കു, അച്ചു, ആമിന, ഹനയില്ല. പിന്നെ ഫഹദ് ലാസ്റ്റ് ജനറേഷനിൽ ഫഹദ് നാഫായും വരെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ആരുമില്ല. ഇപ്പൊ ഇത് ഫഹദ്, സിനാൻ, സഫ അവരുടെ വീടാണ്. ഫഹദ് ഉണ്ടായിരുന്നെങ്കിൽ ഫഹദിന്റെ സ്റ്റോറി ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഉപ്പപ്പാണ്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ ജനലിൽ നിന്ന് ഈ ജനലിലോട്ട് മറ്റേ ഊഞ്ഞാലില്ലേ അത് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കെട്ടിയിട്ട് എന്നെ ആമിനായാണെന്ന് തോന്നുന്നു ആട്ടി ഇങ്ങനെ വിട്ട് എൻ്റെ മുതുവെന്ന് ഭിത്തിയിൽ ഇടിച്ച് ഞാൻ താഴെ വീണ് തല പൊട്ടി. അത് ഒരു പൊട്ടല്. പിന്നെ ഇത് ഈ റൂം അന്ന് റസ്മി ആൻറ്റിയുടെ നവാസമ്മയുടെയൊക്കെ റൂമാണ്. ഫഹദുണ്ട്, അവൻ ചെറുതാണ്. അപ്പം ഞങ്ങൾ അവനെ കൊച്ചിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഇവിടെ നിന്നാണ്.
ചെവിയിൽ ഞങ്ങളുടെ ആരുടെയെങ്കിലും തോട് കയറിയിട്ട് ഞങ്ങളുടെ ആരുടെയെങ്കിലും ചെവിയിൽ പിടിച്ചുകൊണ്ടിരിക്കും. ഇതാ റൂമാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇനി ഇവിടെ നിന്നും പുറത്തേക്കൊരു ഇതുണ്ട്, ഡോറുണ്ട്. അത് അവിടെ നിന്ന് തുറക്കാം. ഇത് കുറേ വർഷമായി തുറക്കാത്തോണ്ട് പാടായിരിക്കും. ഞങ്ങൾ അധികം കുർത്തക്കേടില്ലാത്ത കുട്ടികളായിരുന്നു ഈ വീട്ടിൽ. അതെ. പിന്നെ ഗൈസ്, ഈ പവർ ഓഫ് ദിസ് ഫാൻ കമ്പനി അതൊരു സംഭവം. എത്ര വർഷമായിരുന്നു ഇത്, ഇപ്പോഴും കറങ്ങും. പടച്ചത് കറങ്ങും. എത്ര വർഷമായി ഈ സാരി ഇപ്പോഴും കറങ്ങും. ആ ടൈമിലാണ് 10-20 വർഷത്തെ പഴക്കൊണ്ട് ഈ ഫാൻ ഇതിപ്പോഴും കറങ്ങും. മാഷാവും. ഇനി ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇപ്പുറത്തെ റൂമിൽ പോവാം. ഇവിടെ നിന്ന് ഈ റൂം. ഇപ്പൊ ഫാദർ കിടക്കുന്ന ഈ റൂമിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വിൻഡോസ് ഇല്ലേ പണ്ടത്തെ, ഇതൊന്നും ഇനി എവിടെയും കിട്ടത്തില്ല. ഇത് റെനോവേഷൻ ചെയ്യപ്പോഴത്തേക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നൈസായിരിക്കും. ഇവിടെ നിന്നുള്ള വ്യൂ നൈസാണ് ഗൈസ്. അതെ. തുറന്നോ? പറ്റും. 2 ടെറസുണ്ട്. ഇവിടെ ഇരുന്ന് നാസി ഉമ്മച്ചി എല്ലാവരും കൂടെ തേങ്ങയൊക്കെ പൊട്ടിച്ച് അരിയുന്ന ഒരു ഓർമ്മയുണ്ട് ഈ ഏരിയയിലൊക്കെ ഇരുന്ന്. പിന്നെ സീനാമിയ ആമിയ നമ്മൾ ഒളിച്ചിരിക്കും. ഇത് പണ്ടേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്ന റൂമാണ്. അന്നേ ഇത് യൂസാക്കില്ല. ഈ ഏരിയയൊക്കെ നൈസാണ് ഗൈസ്. ഇനിയും പോവാം ഞങ്ങൾ. അതേപോലെ ഇതപ്പുറത്ത് കുഞ്ഞാമാടി ഷയ്യാങ്കിയുടെ വീടാണ്. ഇത് ഇപ്പം നമ്മൾ കാണുന്ന ഹോം ടൂർ നവാസമ്മയുടെ വീടാണ്, ഞങ്ങളുടെ കുടുംബ വീട്. ഇത് നവാസമ്മയുടെ ബ്രദർ, എൻ്റെ ഉമ്മച്ചീൻ്റെയും നാസിമ്മയുടെയൊക്കെ ബ്രദറിൻ്റെ വീടാണ് കുഞ്ഞാമ്മ. ഇവിടെ നാഫയുണ്ട്, നാഫായി ഫിദായുണ്ട് ഗൈസ്. അതെ, ഇതെല്ലാവരുടെയും ഇമേജ് കാണിച്ചിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ നൈസാണ്. ഇവിടെ വാട്ടർ ടാങ്ക്, നമ്മൾ പണ്ട് കെട്ടിയ ടാങ്ക് അല്ലേ, ക്ലീനാക്കി ഇറങ്ങുമായിരുന്നു കൊച്ചിയിൽ. ഇവിടെ നാച്ചിയുടെയൊക്കെ സാമ്രാജ്യം ക്ലബ്. ഇത് പണ്ടത്തെ വാട്ടർ ടാങ്ക് കെട്ടിയത്. ഇത് ക്ലീനാക്കാൻ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞിലെ. ഇതിപ്പോഴത്തെ ടാങ്ക്. കണ്ടോ? അത് ആ കാണുന്ന അവിടെ ഷിബിൻ്റെ ഒക്കെ വീടാകുമ്പോൾ അവർ പിന്നെ മറ്റേ അപ്പുറത്തെ മമ്മതൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഞങ്ങൾ പള്ളി പോകുമ്പോൾ കളിയാക്കും. അതാണ് ഞങ്ങൾ പഠിച്ച പള്ളി കാണുന്നുണ്ട് ഗൈസ്. അതാണ് നമ്മൾ പഠിച്ചിട്ടൊക്കെയാണ് മദ്രസ പള്ളിയൊക്കെ വരുന്നത്. കുക്കുടുവിൻ്റെ ഞങ്ങൾ പണ്ട് കളിക്കുന്ന ഒരു കളിയില്ലേ, ആ കണ്ട മുകളിലത്തെ ഹോളില്ലേ, ആ റൂമിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കിടക്കും. എന്നിട്ട് രാത്രി കളിക്കുന്ന കളിയാണ് തട്ടിക്കൊണ്ടു പോണ കളി. എന്നുവെച്ചാൽ കുക്കുടു കാക്കാച്ചിയാണ് ഗുണ്ട വന്നിട്ട് ഞങ്ങളെ ഈ റൂമിൽ നിന്ന് തട്ടിക്കൊണ്ട് അപ്പുറത്തെ റൂമിൽ ഇടും. എന്നിട്ട് അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്
ഇപ്പൊ ഹായ് ഗൈസ് പറ. ഇവിടെ പണ്ടേ ഉള്ളതല്ലേ ഇപ്പൊ വന്നോ? ആ, ഇതൊക്കെ റിസ്മി ആൻറ്റി നവാസമൊക്കെ ഉള്ള ടൈമിലാണ്. ഞങ്ങളുടെ ചെറുതില് ആ സൈഡ് കടയില്ലല്ലോ, അത് ഫുള്ള് പെരയിട. അവിടെ മറ്റേ സായിപ്പനെല്ലിയും അതൊക്കെ കിട്ടും. പിന്നെ പേര, സായിപ്പനെല്ലി ഇവിടെ നിന്ന് ഒറ്റ വീടുണ്ട്. പിന്നെ ഇത് മൊത്തം ഇങ്ങനെ മതിലാണ്, അങ്ങ് അറ്റം വരെ റോഡ് വരെ. ഈ കട ഇരിക്കുന്ന സ്ഥലം മൊത്തം അങ്ങനത്തെ കട്ടി മതിലാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങറ്റം വരെ നടക്കും. കുഞ്ഞിലൊരു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് ആമിനാക്കും വെള്ളയും കറുപ്പ് ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. സൂര്യോദയം ഇത് നമ്മളെ കടയാണ് ഗൈസ്. അതെ, ഇതിന്റെ ഒരു കട ടൂർ ചെയ്യാം. അത് അടുത്ത വീഡിയോ. ആരും പേടിക്കണ്ട. നെബു അച്ചും കളിച്ചതാണ്. കണ്ണാടി വിളക്കുമ്പോൾ കുളിക്കണം, വെളുത്ത മുണ്ടെടുക്കണം, കരുത്തേറുമ്പോ ഞാനപ്പുറത്തേറി നടക്കണം. മരിക്കുമ്പോൾ മരിച്ചോട്ടെ. അതിനിടെ ഒന്നുമില്ല, മറന്നുപാടി. മറന്നോടെ. അതോ ഇരിക്കുന്നു. പെയ്ഡ് ആക്ടറാണ് ഗൈസ്. എല്ലാത്തിനും പിടിക്കുകയാണ്. ഓക്കെയാണ്. വരട്ടെ 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 വരട്ടെ. എപ്പോഴും വീഡിയോ ഓടിക്കണം, വീഡിയോ ഓടിക്കണം. ഞങ്ങളെ മുറ്റത്ത് അതിന് പറിക്കാൻ ഉണ്ട്. അതിൽ ഇഷ്ടം പോലെ തോട്ടണ്ടിയുണ്ട്, മാങ്ങയുണ്ട്. അത് ഞാൻ നട്ട മാവാണ്. ഒരു 6 വർഷത്തിന് മുമ്പ് കാറ്റുക. ഇഷ്ടം പോലെ മാങ്ങ കാണിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്ത നമ്മള്. ഈ ഇവിടെ നിൽക്കുന്ന എല്ലാ പാത്തുമ്മ നട്ടതാണ്. ഈ ബാക്കിൽ ഒരു മാവുണ്ട്, ഈ ഒരു മാവുണ്ട്. 3 മാവ് കണ്ടു. അതിന് 2 എണ്ണം പിടിച്ചു, 1 എണ്ണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഓക്കെ 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 ഓക്കെ.